ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ റിയാലിറ്റി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അതേ നമ്മുടെ ഭൂമിയോട് അച്ഛനും അമ്മയും ആ നാട്ടിൽ നിന്ന് പോകുന്നതിനെ പറ്റി പറയുവാണ്. അപ്പം ഭൂമിക്ക് ഇത് കേട്ടപ്പോൾ ഭയങ്കര അത്ഭുതം. ഭൂമി എന്നിട്ട് അച്ഛനോടും അമ്മയോടും ചൂടാവുകയാണ്. പക്ഷേ അദ്ദേഹം അച്ഛൻ ഇതൊന്നും കേൾക്കുന്നില്ല കേട്ടോ. അച്ഛന് പോയേ പറ്റൂ, അച്ഛൻ അത് തറപ്പിച്ച് തന്നെ പറയാം ഭൂമിയോട് പോയേ പറ്റുള്ളൂ എന്നുള്ള കാര്യം. അപ്പം അച്ഛൻ്റെ ട്രീറ്റ്മെൻറ്റൊക്കെ അൾസറല്ലേ മോളെ, അതൊക്കെ താനെ മാറിക്കോളൂ എന്ന് അച്ഛേട്ടൻ പറയുക. അപ്പോൾ അതേ നമ്മുടെ അംബിക ഭയങ്കര വല്ലാതായിട്ട് നിൽക്കും. അപ്പോൾ ഈ തീരുമാനത്തോട് ഞാൻ വരില്ല എന്നും നിങ്ങളെയും വിടില്ല എന്ന് ഭൂമി പറയും കേട്ടോ. അങ്ങനെ ഭൂമി അവിടെ നിന്ന് അങ്ങോട്ടേക്ക് കയറി പോണു. അതും പറഞ്ഞ് ഭൂമി അങ്ങ് പോയപ്പം ഞാൻ പറഞ്ഞില്ല അച്ചുവേട്ടാ, മോള് സമ്മതിക്കില്ല, അപ്പോൾ പോകാതിരിക്കാൻ കഴിയില്ല, ഞാൻ സംസാരിച്ചോളാമെന്നും പറഞ്ഞ അച്ചുവേട്ടൻ ദേഷ്യപ്പെടുമ്പോഴത്തേക്കും ഭൂമി എന്ത് സംസാരിക്കാനാണെന്ന് ചോദിച്ചു വന്നു ഭൂമി. ഇവിടുന്ന് എല്ലാ സാധനങ്ങളുമായിട്ട് നാട് വിടേണ്ട കാരണം എന്താ, അതൊന്നും എനിക്ക് പറഞ്ഞു തരാൻ ഭൂമി പറയാം. എന്തെങ്കിലും പോലീസ് കേസോ മറ്റാണോ, ആൾമാറോട്ടോ അല്ലാണോ, അല്ലെങ്കിൽ ആരെങ്കിലും തട്ടിക്കൊണ്ട് പോയോ, ദേ ഒരു കാര്യമില്ലാതെ എന്തിനു നാട് വിടണമെന്ന് ചോദിച്ചു. അപ്പോൾ പോയേ പറ്റുമെന്ന് പറഞ്ഞു ഭൂമിയോട് ഒച്ച വെക്കുകയാണ് അച്ചുവേട്ടൻ. ഇത് കേട്ടപ്പോൾ ഭൂമി ഞെട്ടിപ്പോയി. ഇന്ന് വരെ കാണാത്തൊരു രൂപത്തിൽ അച്ഛനെ കാണുന്നു. ഭൂമിക്ക് ഭയങ്കര സങ്കടമായി കേട്ടോ. ദേ അച്ഛൻ പറയുന്ന മോൾ ഒരു പ്രാവശ്യം കേൾക്ക്. എൻ്റെ മോൾ അച്ഛൻ പറയുന്നതൊന്നും ഒരു പ്രാവശ്യം അനുസരിക്കാൻ അച്ഛൻ പറയുക. അച്ഛനോട് സ്നേഹം ഉണ്ടെങ്കിൽ മോൾ അത് സമ്മതിക്കണം എന്ന കാര്യം പറയുക കേട്ടോ. അപ്പോൾ ഭൂമി അത് സമ്മതിച്ചു. ശരി, അച്ഛൻ മനസ്സിൽ എന്തോ കാണുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അത് എൻ്റെ നല്ലതിനായിരിക്കുമെന്ന് എനിക്ക് അറിയാമെന്ന് ഭൂമി അന്നേരം പറയുക. ഇത് കേട്ടപ്പോൾ അംബിക ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുക കേട്ടോ. അത്രയും പറഞ്ഞിട്ട് ഭൂമി അകത്തേക്ക് കയറിപ്പോയി. ഈ സമയത്ത് അച്ചുവേട്ടനും അംബികയും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. അദ്ദേഹത്തിന് കരയാൻ പറ്റുന്നില്ല. അദ്ദേഹം എങ്ങനെയൊക്കെയോ അവിടെ പിടിച്ചു നിന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹം വണ്ടിയിൽ കയറിയിരിക്കുകയാണ്. എന്നിട്ട് താൻ കൊണ്ടു നടന്ന ആ വണ്ടിയെക്കുറിച്ചൊക്കെ ഇങ്ങനെ ഇരുന്ന് പറയുക. എൻ്റെ ജീവിതമായി കൂടെ 10-28 വർഷം മുമ്പ് കൂടിയതാണ്, എൻ്റെ കൂടെ ഓടി തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുവാണ്. നിനക്കറിയാത്തതായിട്ട് ഒന്നുമില്ല എന്നൊക്കെ അദ്ദേഹം പറയാം. ഞാൻ പ്രായമായി, അതുപോലെ തന്നെ നീയും പ്രായമായി, ഞാൻ മാനസികമായി തളർന്നു, എല്ലാത്തിനും ഒരു ബലക്കുറവ് തോന്നുക എനിക്കെന്നൊക്കെ അദ്ദേഹം ഇങ്ങനെ പറയുക കേട്ടോ. വണ്ടിയുടെ അകത്തിരുന്ന് സംസാരിക്കുവാണ്. മനസ്സിൽ പഴയ ആഗ്രഹങ്ങളൊന്നുമില്ല, എല്ലാം ഇന്നലെ നടന്നതുപോലെ എനിക്ക് തോന്നണത് എന്നൊക്കെ ഇങ്ങനെ വണ്ടിയോട് അദ്ദേഹം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ ആ മനുഷ്യൻ ആ വണ്ടിയിലിരുന്ന് പണ്ട് കുഞ്ഞിനെ കൈ കിട്ടിയപ്പോൾ തൊട്ടുള്ള കാര്യങ്ങൾ, പിന്നെ അവർ രണ്ടുപേരും കൂടെ ഭൂമിയെ വളർത്തിയത്, സ്നേഹിച്ചത്, കൊഞ്ചിച്ചത്, ലാളിച്ചത്, അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം ആലോചിക്കുക. പിന്നെ അവിടെ നിന്ന് നാട് വിട്ട് ഇവിടെ വന്നത് എല്ലാം ഒരു പാട്ടിലൂടെ മിന്നി മറഞ്ഞു പോയി. അങ്ങനെ ഭൂമിയുമായി ഇവർ ജീവിച്ചു തുടങ്ങിയ ആ ഒരു കാലം, കുഞ്ഞിന് പേരിടുന്ന കാര്യങ്ങൾ, അങ്ങനെ എന്നാ പറയുന്നത്, കാട്ടിൽ നിന്ന് കിട്ടിയ കുട്ടിയായതുകൊണ്ട് കുട്ടിക്ക് സീത എന്ന് പേരിടുന്നു. സീത എന്നൊക്കെ പേരിട്ടാൽ എങ്ങനെയാണ്, പക്ഷെ സീത എന്ന പേര് അർത്ഥം വരുന്ന ഒരു പേരുണ്ടെന്ന് പറഞ്ഞ് അംബിക പേര് ഭൂമി എന്ന് പറഞ്ഞു. അങ്ങനെ ഭൂമിക എന്നുള്ളൊരു പേരിടുന്നു. ആ പേരിട്ടതെല്ലാം വണ്ടിയിലിരുന്നു കൊണ്ട് നമ്മുടെ അച്ഛൻ ഇങ്ങനെ ആലോചിക്കുക. അന്ന് എൻ്റെ കുട്ടിയെയും കൊണ്ട് ഞാൻ ഈ വണ്ടിയിൽ കയറിയപ്പോൾ മുതൽ ഇന്ന് വരെ എന്തൊക്കെയാ സംഭവിച്ചത്. 22 വർഷം മോളുടെ അച്ഛനെ കണ്ടെത്തി. പിന്നെ ഞാൻ വിട്ടുകൊടുക്കത്തില്ല, എൻ്റെ കുഞ്ഞിനെ ഞാൻ വിട്ടുകൊടുക്കില്ല, കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കില്ല. കൊണ്ടുപോകുക ഞാൻ ആരും കാണാത്തൊരു ദേശത്തേക്ക്. മോളോട് ചെയ്യുന്ന ചതിയാണെന്ന് എനിക്കറിയാം, പക്ഷേ ഞാൻ ചതിയനായിക്കോട്ടെ, എന്നാൽ സാരമില്ല, എനിക്കെൻ്റെ മോളെ വേണം, എനിക്കെൻ്റെ മോളെ വിട്ടുകൊടുക്കാൻ പറ്റില്ല എന്നും പറഞ്ഞ് ആ മനുഷ്യൻ ആ വണ്ടിയിൽ ഇങ്ങനെ കിടക്കുക കേട്ടോ. ഈ സമയത്താണ് നമ്മുടെ ഭൂമി വണ്ടിയിലേക്ക് കയറി വരുന്നത്. അപ്പോൾ വണ്ടിയിൽ കയറി വന്നിട്ട് അച്ഛാന്ന് പറഞ്ഞ് വിളിച്ചു. ആ മോളെ, എന്താ സ്വന്തം ആത്മാവിനോട് ഇരുന്ന് ഉരുവിടുന്നത്? ഇപ്പോൾ പഴയ ഓർമ്മകളാ മനസ്സ് നിറയെ എന്നൊക്കെ ഇങ്ങനെ അദ്ദേഹം പറഞ്ഞപ്പോൾ ഭൂമി ഇങ്ങനെ ചിരിച്ചുകൊണ്ട് കേട്ടോണ്ടിരിക്കുക കേട്ടോ. ഈ കാറുമായിട്ടുള്ള എൻ്റെ ഒരു ബന്ധം എല്ലാം അച്ഛനൊന്ന് ഓർക്കുമായിരുന്നു. അതിലെ മുഖ്യ കഥാപാത്രം ഞാനായിരിക്കും അല്ലേ എന്ന് ഭൂമി ചോദിച്ചപ്പം അതേന്ന് അച്ഛൻ പറഞ്ഞു. കഥയറിയാതെ ആട്ടം കാണുകയാണ് ഈ കഥാപാത്രം എന്നിങ്ങനെ ഭൂമി പറയുക കേട്ടോ. പിന്നെ ഭൂമിയിൽ നടക്കുന്നത് ഭൂമി അറിയുന്നില്ല എന്നും ഭൂമി ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കുകയാണെന്ന് ഭൂമി തന്നെ ഇരുന്ന് അച്ഛനോട് പറയുക. അച്ഛാ, ഇന്ന് തന്നെ നമുക്ക് നാട്ടിൽ പോകണോ എന്ന് ചോദിച്ചപ്പം മോളെ പോണം എന്നും പറഞ്ഞിരിക്കുമ്പോൾ കുറച്ച് സാവകാശം വേണമായിരുന്നു എന്ന് പറയാ ഭൂമി. അച്ഛനെ എതിർക്കുകയല്ല ഞാൻ, വേദനിപ്പിക്കുകയൊന്നുമല്ല എന്ന് പറയുമ്പോൾ അച്ഛൻ്റെ ഇന്നത്തെ നില എനിക്കേ അറിയൂ എന്ന് ഭൂമി പറയാം കേട്ടോ. പിന്നെ എനിക്ക് ചില കാര്യങ്ങൾ ഇവിടെ ചെയ്തു തീർക്കാനുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ എൻ്റെ മോളെ
എന്ത് കാര്യമാണെങ്കിലും പോകാതിരിക്കാൻ കഴിയില്ല എന്ന് അച്ഛൻ മോളോട് പറഞ്ഞു. ആ സമയത്ത് ഭൂമിക്ക് സങ്കടമായി. എന്താ ഇത്ര അത്യാവശ്യമെന്നായിരിക്കും മോൾ എന്നോട് ചോദിക്കാൻ പോകുന്നത്. അത്യാവശ്യം തന്നെയാ, അത് വളരെ അത്യാവശ്യമാണെന്ന് അച്ഛൻ വീണ്ടും പറയും. എന്നാ അത്യാവശ്യമെന്നൊന്നും ഇപ്പം പറയാൻ കഴിയത്തില്ല, എല്ലാം വഴിയെ അച്ഛൻ പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ അച്ചുവേട്ടൻ പോകണമെന്നുള്ള തീരുമാനത്തിൽ നിൽക്കുക. അപ്പം അച്ഛൻ എന്ത് ഇങ്ങനെയൊക്കെയെന്ന് ഭൂമി ചോദിക്കുക. പിന്നെ അച്ഛൻ്റെ ട്രീറ്റ്മെൻറ്റ് മറ്റു കാര്യങ്ങളൊക്കെയോ, പിന്നെ ഈ കാറ് കൊണ്ടുപോകണ്ടേ എന്ന് ചോദിച്ചപ്പോൾ അച്ഛനൊന്ന് കരഞ്ഞുകൊണ്ട് ചിരിച്ചു. അതൊക്കെ നടക്കാത്ത കാര്യമല്ലേ, ഏതെങ്കിലും ആക്രി കച്ചവടക്കാർക്ക് കൊടുക്കാമെന്ന് അദ്ദേഹം പറയണു. ഇത് കേട്ടപ്പോൾ ഇത് അച്ഛൻ്റെ ആത്മാവല്ലേ എന്ന് ചോദിച്ചു. പിന്നെ ഞാനത് ആർക്കും വിട്ടുകൊടുക്കില്ല എന്നും ഭൂമി അച്ഛനോട് പറയാം. അപ്പം അച്ഛനോട് ഇങ്ങനെ നോക്കുക കേട്ടോ, ഞാനത് നാട്ടിലെത്തിക്കും, എങ്ങനെയെങ്കിലും ഞാനത് നാട്ടിലെത്തിക്കും എന്നൊക്കെ ഭൂമി ഇങ്ങനെ പറയുക. അവിടെ നമ്മൾ താമസിച്ചിരുന്ന ആ പഴയ വീടിന് കിട്ടുമെന്ന് ചോദിക്കുമ്പം ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് എന്നിങ്ങനെ അച്ഛൻ പറയാം. ശരി, അപ്പോൾ ഞാൻ കോഫി ഹൗസിൽ പോയി ലക്ഷ്മി ചേച്ചി എല്ലാ ചുമതലകളും ഏൽപ്പിക്കാം. പോലീസുകാരോടൊക്കെ കാര്യവും പറയണമെന്ന് ഭൂമി പറയുമ്പോൾ, എടി മോളെ, എങ്ങോട്ടാ പോകുന്നതെന്ന് കൃത്യമായിട്ട് പറയണ്ട കേട്ടോ. അറിഞ്ഞാലും സൗഹൃദം പുതുക്കാനൊന്നും ആരും വരാൻ പോകുന്നില്ല, അപ്പോൾ സ്ഥലം പറയണ്ടെന്നാണ് അച്ഛൻ പറഞ്ഞത്. ശരി അച്ഛാ, ഞാൻ പറയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഭൂമി അതിനു വേണ്ടി പോണു. ഇത് കഴിഞ്ഞ് പിന്നെ സൗഭാഗ്യപുരത്ത് സംഗീത അമ്മയ്ക്ക് ചായയും കൊണ്ട് വരിക. സംഗീതേ, അതെ, ആ പത്രക്കാരനോട് മര്യാദയ്ക്ക് പത്രം ഇടാൻ പറയണം. ഗേറ്റിനടുത്തുനിന്ന് ഒരൊറ്റ ആര് പെറുക്കിയെടുക്കാനാ പോയി. അപ്പോൾ ആളെ വെക്കണമെന്ന് ചോദിക്കും അവനോട് എന്നൊക്കെ പറഞ്ഞോണ്ട അമ്മ. അപ്പോൾ അവന് കൊണ്ടുതരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിർത്തിക്കോളാൻ പറ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും അജയ് ഒരു ജോഗിങ് ഒക്കെ കഴിഞ്ഞ് വന്നു. അപ്പോഴേക്കും ഓടാനായിട്ട് ഓടിയിട്ട് കയറി വരികയാണ് മകൻ. അപ്പം നീ എന്താണ് ഈ തന്നെ ഓടാൻ പോകുന്നത്? നിൻ്റെ ഭാര്യയെയും കൂട്ടിക്കൊണ്ടൊന്ന് ഓടാൻ പോയിക്കൂടെടാന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ ഞാൻ പറയാറുണ്ടമ്മയെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ മാധവനോടെ വന്നിരിക്കുന്നു. അപ്പം എന്തെങ്കിലുമൊക്കെ എക്സസൈസ് ചെയ്തുകൂടെ മോളെ? സമയത്ത് ആഹാരം കഴിക്കുമ്പോൾ സംഗീതയ്ക്ക് നല്ല എക്സസൈസ് ആണെന്ന് നമ്മുടെ മാധവൻ. അങ്ങനെ ഇവരതും പറഞ്ഞിങ്ങനെ തമാശയൊക്കെ പറഞ്ഞിരിക്കും കേട്ടോ. അങ്ങനെ നമ്മുടെ കല്യാണം അങ്ങ് വരാറായി. കല്യാണത്തിന് വേണ്ടുന്ന മറ്റു കാര്യങ്ങളൊക്കെ, അതായത് ക്യാമറ, ഫോട്ടോസ്, ഇതിനൊക്കെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കും മോനെ എന്ന് അമ്മ പറയുവാണ്. അജയും അഞ്ജനയും നല്ല ജോഡി തന്നെ അല്ലേ? അതോ എൻ്റെ തീരുമാനങ്ങൾ അവരനുസരിക്കുക മാത്രമാണോ എന്ന് അമ്മ ഇങ്ങനെ ചോദിക്കുമ്പം അല്ലമ്മേ, അങ്ങനെയൊന്നും ഇല്ല എന്ന് പറഞ്ഞു സംഗീത. ഇന്നത്തെ കാലത്ത് പുറത്തുനിന്നൊരു പെൺകുട്ടിയെ കൊണ്ടുവരുന്നതിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അല്ലേ? ന്യൂജനാണേ ഒന്ന് പറഞ്ഞാൽ രണ്ടിന് വിവാഹമോചനമാണെന്ന് സംഗീത. ശരിയാ, ചെറുക്കൻ്റെ വീട്ടുകാരോട് ഒരു താല്പര്യം ഉണ്ടാവില്ലെന്നും ഭർത്താവിനെയും കൊണ്ട് മറ്റൊരിടത്ത് പോയി താമസിക്കാവും ലക്ഷ്യം എന്നൊക്കെ മാധവനും പറഞ്ഞു. അത് നീ പറഞ്ഞത് ശരിയാ മോനെ, അത് തന്നെയല്ലേ പത്രത്തിലെ വാർത്തകളും ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നേ. അതെ, നിങ്ങൾ രണ്ടുപേരോടുമായിട്ട് പറഞ്ഞിരുന്ന ഒരു കാര്യം ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുക. എനിക്ക് 4 പേരക്കുട്ടികളാണുള്ളത്. അപ്പോൾ ആണോ? അതെ. അതിലും മൂത്തത് അനുപമ, രണ്ടാമത്തേതാരാ? അജയ്. പിന്നെ അഞ്ജനയും അഭിരാമിയും. അവര് സമപ്രായക്കാരല്ലേ? അതിലും അഭിരാമിയാണ് കാണാതെ പോയത്. അനുപമ, അതായത് നിന്റെ മകൾ, അജയുടെ അനുജത്തി. അത് അവള് ഭർത്താവിൻ്റെ വീട്ടിലല്ലേ അമ്മേ? ഈ വീട്ടിൽ വരാൻ പാടില്ല എന്ന് അനുപമയുടെ ഭർത്താവ് പറഞ്ഞിട്ടുണ്ടോ സംഗീതേ? അപ്പം ഇല്ല. പിന്നെന്താ അവൾ ഇങ്ങോട്ടൊന്നും വരാത്തത്? ഈ വീട്ടുകാരെ മുത്തശ്ശിയെ ഒന്നും വേണ്ടെന്ന് അവളങ്ങ് തീരുമാനിച്ചോ എന്നൊക്കെ ചോദിക്കാട്ടോ. അപ്പോൾ ഇങ്ങനെ ഇതായിട്ട് നിൽക്കുക അവർ. വിവാഹ നിശ്ചയമാണ് വരുന്നത്, അവൾ ഇവിടെ ഉണ്ടായിരിക്കണം, കേട്ടല്ലോ? അപ്പം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സംഗീതം നിൽക്കുക. അങ്ങനെ മുത്തശ്ശി അടുത്ത തീരുമാനവും പറഞ്ഞു. ഇത് കഴിഞ്ഞ് അമ്മ അങ്ങകത്തേക്ക് കയറി പോയി കഴിഞ്ഞപ്പോഴത്തേക്കും സംഗീതയും മാധവനും കൂടെ അവിടെ നിൽക്കുക കേട്ടോ. അവർക്ക് ആകെ നീ ഒന്ന് വിളിച്ചു നോക്കാൻ പറഞ്ഞു മാധവൻ. അവിടെ എന്തൊക്കെയോ പ്രശ്നമുണ്ട് എൻ്റെ മാധവേട്ടാ, അവളൊന്നും തുറന്നു പറയുന്നില്ലെന്നേ ഉള്ളൂ, നീ ഒന്ന് വിളിച്ചു നോക്കിയെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവർ നിർബന്ധിച്ച് വിളിപ്പിക്കുക. അപ്പോഴത്തേക്കും ചേച്ചി, അതായത് നമ്മുടെ അഞ്ജന ചേച്ചി അവിടെ ഇരിക്കും കേട്ടോ. അപ്പോഴത്തേക്കും ഭവാനി പുറത്ത് പോയിട്ട് കയറി വരുന്നു. മോളാണെങ്കിൽ മൊബൈലിലൊക്കെ നോക്കിക്കൊണ്ട് ഇങ്ങനെ അവിടെ ഇരിക്കുന്നു, ആരെയും മൈൻഡ് പോലും ചെയ്യുന്നില്ല. ആ സമയത്ത് ഭവാനി അങ്ങ് വന്ന് നീ ഇങ്ങനെ ഫോണിൽ കുത്തി കളിച്ചുകൊണ്ടിരുന്നാൽ മതിയോ എന്ന് ചോദിച്ചു. അമ്മ, ഇതൊരു ഗെയിമാ അമ്മേ. ഏത് ഗെയിം? നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗെയിമുണ്ട്. എന്താ? അതാ കളിച്ച് തീർക്കേണ്ടത്, അല്ലാതെ 1-2 ദിവസം കൊണ്ട് കളിച്ച് തീർക്കാവുന്ന ഒരു ഗെയിം അല്ല അത്. നിനക്കത് അറിയില്ലേ എന്ന് ചോദിച്ചു. ചിലപ്പോൾ വർഷങ്ങൾ എടുത്തേക്കും. അല്ല,
നീ ഇന്ന് അജയോട് ഗുഡ് മോർണിംഗ് പറഞ്ഞോ എന്ന് ചോദിച്ചു. ആ പറഞ്ഞു. എപ്പോ? നാണം കെട്ടോന്നും കൂടി പോയി ഒന്ന് ചോദിച്ചേ. അവൻ നാണം കെട്ടു, എന്നെ നാണം കെടുത്തി. കേട്ടതും ചട്ടി മൂന്തയായിട്ട് എന്നെ ഒരു നോട്ടം. ഞാനെന്തോ തെറി പറഞ്ഞതാണെന്നുള്ള മട്ടിലായിരുന്നു മറ്റേ നോട്ടം. എന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ അതൊന്നും നീ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. മെസ്സേജുകൾ അയച്ചുകൊണ്ടേ ഇരിക്കണം. അയക്കുന്നുണ്ട്. നല്ല റെസ്പോൺസ് അല്ലേ? അതെ, പിന്നെ വളരെ നല്ല റെസ്പോൺസാണ്. മറുപടി ഇല്ല. അഞ്ജന നോക്ക്, ഇതിൽ നിന്നൊന്നും നീ പിന്നോട്ട് പോകാൻ പാടില്ല. അപ്പം പിന്നോട്ട് പോകാൻ കഴിയില്ലെന്ന് എനിക്കറിയാം. അത് നിനക്കറിയാമല്ലോ. എനിക്കറിയാം. പിന്നെ അമ്മ കുളം കുഴിച്ചു വെച്ചിട്ടുണ്ടല്ലോ, അതിൽ ഞാൻ വീഴാൻ. എല്ലാം നിന്റെ നന്മയ്ക്കായിട്ടാ. അന്നേരം അമ്മേ, അവൻ എന്നെ ഇഷ്ടമല്ലമ്മേ. പിന്നെ അവനിപ്പോൾ അവളെയും കൊണ്ട് നടക്കുക. ആ ചായക്കടക്കാരി ഭൂമിയും കൊണ്ടോ? അത് നിന്നെ വിരട്ടാൻ വല്ലതും ആയിരിക്കും എന്ന് പറഞ്ഞപ്പം അങ്ങനെയാ എനിക്കും തോന്നിയത്. അവൻ എന്നോട് തുറന്നു പറഞ്ഞു അവന് ഭൂമി ഇഷ്ടമാണ്, അവളെ കെട്ടിയിരിക്കുമെന്ന്. അത് കേട്ടപ്പോൾ ഭവാനി ഞെട്ടി. അടുത്ത പണിയാ പാവങ്ങക്കെട്ട് കിട്ടാനുള്ള വഴിയായി. അപ്പം ഭൂമിയല്ല, അഭിരാമി. അവനെ കുഞ്ഞിലെ അവളെ ആയിരുന്നു കൂടുതൽ ഇഷ്ടം എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഭവാനി ആ സമയത്തെ. പഞ്ചന ഇങ്ങനെ നിൽക്കുക. എന്താ അമ്മ ആലോചിക്കുന്നത്? അമ്മ എന്നത് ഈ ആലോചിച്ച് കൂട്ടണമെന്ന് ചോദിച്ചെന്നൊരു ചെന്തു. അവനവളെ കെട്ടിച്ചു കൊടുക്കാൻ വല്ലതും ആണോ എന്ന് ചോദിക്കുമ്പോൾ ഭൂമി അവൾ എത്ര കാലം ജീവിക്കുമെന്ന് ഉടനെ അറിയാമെന്ന് പറഞ്ഞപ്പം അമ്മ അവളെ കൊല്ലാൻ പോവാണോ? നമ്മുടെ ലക്ഷ്യത്തിനെത്താനുള്ള ഏത് തടസ്സവും നമ്മൾ മാറ്റിയിരിക്കണം. അത് ഭൂമിയോ ചന്ദ്രനോ സൂര്യനോ. ഭവാനിക്ക് അതൊന്നും പ്രശ്നമല്ല നീ ഭവാനി പറയുന്നു. മോള് അമ്മ പറയുന്നത് പോലെ അനുസരിച്ചാൽ മതി. അപ്പം എനിക്ക് അവളോടല്ല അജയോടാ എനിക്ക് കലി മുഴുവനും. അവനെ എനിക്ക് വേണം. ചതിയിലൂടെ ആണെങ്കിലും എനിക്ക് അവനെ വേണം. അവനെന്നെ ആക്ഷേപിച്ചുകൊണ്ടിരിക്കുക. അപ്പം നീ കൈ നീട്ടാൻ പറഞ്ഞു. മോള് കൈ നീട്ടി. ഇത് ഞാൻ നിനക്ക് തരുന്ന പ്രോമിസാ, അജയ് നിനക്കുള്ളത് തന്നെയാണെന്ന് പറഞ്ഞു ഭവാനി ഇങ്ങനെ നിൽക്കും. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഭൂമി അവിടെ കോഫി ഹൗസിൽ ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ കൂടെയുള്ള ചേച്ചി എനിക്ക് എൻ്റെ ഞെട്ടൽ ഇതുവരെ മാറിയിട്ടില്ല, ഈ കടയൊക്കെ കളഞ്ഞിട്ട് പോവാണെന്നാണോ പറയുന്നതെന്നൊക്കെ ചോദിച്ചു. 2-3 ആഴ്ച അത് കഴിഞ്ഞ് ഞാനിങ്ങ് തിരിച്ചു വരുമെന്നും പിന്നെ അതുവരെ ലക്ഷ്മിയേച്ചി നടത്തണം ഈ കോഫി ഹൗസ് എന്നും പറഞ്ഞു. എല്ലാം ചേച്ചി പഠിച്ചിട്ടുള്ളതാണല്ലോ, പിന്നെ ഞാൻ ഫോൺ വഴി എല്ലാം കൃത്യമായിട്ട് പറഞ്ഞു തരാമെന്നും പറഞ്ഞു. എന്നാലും എന്താ മോളെ ഇത്ര അർജൻറ്റ് എന്നാ ചേച്ചി ചോദിക്കുമ്പോൾ എനിക്കറിയില്ല, അച്ഛൻ എന്തോ മനസ്സിൽ കണ്ടിട്ടുണ്ട് ചേച്ചി. അച്ഛനെ ഞാൻ വേദനിപ്പിക്കില്ല എന്ന് ഭൂമി പറയുക. ചേച്ചി ഇപ്പം സൂപ്പറായിട്ട് ചെയ്യണം, എന്നെ കൊണ്ട് സാധിക്കില്ല മോളെ എന്ന് പറയുമ്പോൾ ചേച്ചി അടിപൊളിയാന്നേ, എല്ലാം ഭംഗിയായിട്ട് നടത്താൻ ചേച്ചി കൊണ്ട് പറ്റും, ഞാനല്ലേ പറയുന്നതെന്നും പറഞ്ഞു ഭൂമി. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സമയത്ത് അവിടെ ചായ എടുത്തു. ഈ ചായയും കൊണ്ട് ഭൂമി അവിടെ പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുന്നു. ആ സമയം അവിടെ സാറുമാർക്കൊക്കെ ചായ കൊടുക്കുന്നു. അങ്ങനെ എല്ലാവർക്കും ചായയൊക്കെ കൊടുത്തു. അപ്പോഴേക്കും എല്ലാവരോടുമായിട്ട് ഭൂമി ഇവിടുന്ന് പോകുന്നതിനെ പറ്റി പറയുവാണ്. അപ്പോൾ എന്താ ഭൂമി അങ്ങനെ പ്രത്യേകിച്ച് മാറാൻ? അങ്ങനെ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല എന്ന് പറഞ്ഞു. ഭൂമി തെളിവില്ലാത്ത ചില കേസുകൾ CI എനിക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞപ്പം അതൊക്കെ നടക്കുമെന്ന് പറഞ്ഞു ഭൂമി. നമുക്കേ ഓൺലൈൻ ബുക്കിംഗ് നടത്താം, പോരെ? അങ്ങനെ നമ്മുടെ ഭൂമി എല്ലാവരോടും പറഞ്ഞു. അതിനുശേഷം SI സാറിൻ്റെ അടുത്ത് ചെന്നു, സാറിനോടും പോകുന്ന കാര്യമൊക്കെ പറഞ്ഞു. അതിന് ശേഷം അജയുടെ അടുത്തേക്ക് ചെന്നിട്ട് അജയോട് നാളെ മുതൽ ലക്ഷ്മി ചേച്ചി ആവും ചായ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ താൻ അവിടെ പോകാമെന്ന് ചോദിച്ചു അജയ്. അപ്പം നാട്ടിൽ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ അതെവിടെയാണെന്ന് ചോദിച്ചപ്പം അത് അങ്ങ് കിഴക്കാണ് സാറേ, ബോർഡറിനടുത്താന്ന് പറഞ്ഞപ്പം സ്ഥലത്തിന് പേരില്ലേ എന്ന് അജയ് ചോദിക്കുക. അപ്പോഴത്തേക്കും നമ്മുടെ ഭൂമി അച്ഛൻ പറഞ്ഞ കാര്യങ്ങളെപ്പറ്റി ആലോചിക്കുക കേട്ടോ, സ്ഥലം പറയരുതെന്ന്. അപ്പോൾ പറയില്ലെന്ന് അച്ഛന് വാക്കും കൊടുത്തു. അപ്പം അല്ല അതൊന്നും സാറിന് അറിയില്ല എന്ന് പറഞ്ഞു. അല്ല ഇനി ഇങ്ങോട്ട് മടക്കം ഇല്ലേന്ന് ചോദിച്ചപ്പം സാറിന് എന്നോട് തല്ലുപിടിക്കാനാണോ എന്ന് ഭൂമി ചോദിക്കുമ്പം ആണെങ്കിലോ അതൊക്കെ രസമല്ലേടോ എന്ന് ചോദിച്ചു അജയ്. 2-3 ആഴ്ച കഴിഞ്ഞാൽ വരണമെന്നുണ്ട്. 2-3 ആഴ്ചത്തേക്കോ? അപ്പോൾ അതുവരെ തന്നെ കാണാൻ പറ്റില്ലേന്ന് ചോദിച്ചു അജയ്. അപ്പോൾ സാറിനിപ്പോൾ എന്നെ ഇഷ്ടമാണല്ലേ, അപ്പോൾ തന്നെ ഇഷ്ടപ്പെടാതിരിക്കാൻ എന്താ കാരണമെന്ന് ഭൂമിയോട് ചോദിക്കുക അജയ്. ഒരു സത്യം പറയട്ടെ, സാറിൻ്റെ ക്യാരക്ടറെ പഠിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞപ്പം എൻ്റെ ക്യാരക്ടർ പഠിച്ച് താനെന്താ PhD എടുക്കാൻ പോവാണോ എന്ന് അജയ് ചോദിച്ചു. സാറ് അപൂർവ സന്ദർഭങ്ങളിൽ സാർ ഒരു മുയൽക്കുട്ടിയാണ്. ഓഹോ, ബാക്കി സമയങ്ങളിൽ പിന്നെ ഏത് അനിമലാണാവോ? കാലമാൻ? അങ്ങനെ അല്ലല്ലോ, കരടി, പുലി, മുള്ളം പന്നി അങ്ങനെയൊക്കെയല്ലേ. അപ്പോഴേക്കും നമ്മുടെ ഭൂമിയുടെ മുഖം അങ്ങ് വല്ലാതായി. എന്താടോ സാറിൻ്റെ ഇങ്ങനെയുള്ള ഡയലോഗുകൾ ഇനി കേൾക്കാൻ കഴിയില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാ എന്ന് പറയുമ്പോൾ തന്നിൽ നല്ലൊരു മനസ്സുണ്ടോ, തൻ്റെ കടയിലെ ബോർഡ് പോലെ തന്നെയാണെന്ന്
അജയ് ഭൂമിയോട് പറയാം കേട്ടോ. അപ്പോൾ ഭൂമിയുടെ കണ്ണൊക്കെ നിറഞ്ഞു. അപ്പോൾ നിങ്ങളുടെ സന്തോഷം എൻ്റെ ലാഭം എന്നാണ് ഭൂമിയുടെ ആ ഒരു ഇത്. അപ്പോൾ അത് കേട്ടപ്പോൾ ഭൂമിക്ക് സന്തോഷം. ഭൂമി ഇങ്ങനെ സന്തോഷമായിട്ട് ഇങ്ങനെ നിൽക്കുന്നു. അങ്ങനെ താൻ ഇവിടെ നിറഞ്ഞു തന്നെ നിൽക്കുകയാടോ, പോയി വേഗം നിങ്ങൾ പോരെ കേട്ടോ എന്നിങ്ങനെ അജയ് ഭൂമിയോട് പറയുമ്പോൾ ഭൂമിയുടെ കണ്ണൊക്കെ നിറഞ്ഞു. ഇങ്ങനെ കണ്ണുനീരിറ്റിട്ട് വീണുകൊണ്ടിരിക്കുക. അതിനൊപ്പം ചെറിയൊരു പുഞ്ചിരിയുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ഈ കാര്യമൊക്കെ സംസാരിക്കുന്നു. അതിനുശേഷം ഭൂമി ഇങ്ങനെ അവിടുന്ന് പോരുമ്പോൾ അജയ് ഇങ്ങനെ നോക്കി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ കാണിച്ച് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെങ്കിൽ ടാറ്റാ.